നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ദിവസം സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭം എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായല്ലോ. അഥവാ ഏദേനിൽ മനുഷ്യന്റെ ലംഘനം നിമിത്തം ഭൂമി ശപിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് നാം ചിന്തിക്കുമ്പോൾ ആദമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും അതിൽ നിന്ന് നിനക്ക് മുളച്ചു വരുമെന്ന്. ഇന്ന് എത്ര അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ മനുഷ്യൻ വിതച്ചാലും ശരി, അതെല്ലാം മുള്ളും പറക്കാരെയും കൊണ്ടുപോയതിന്റെ ഉച്ഛിഷ്ടമാണ് പലപ്പോഴും. അഥവാ കീടങ്ങൾ ഒക്കെ ഭക്ഷിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് മനുഷ്യൻ ഭക്ഷിക്കേണ്ടി വരുന്നത് എന്ന് നമുക്കറിയാം. മാത്രമല്ല, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പ്രകൃതിക്കുണ്ടായതായ ശാപം, അതിന്റെ ഫലമായിട്ട് രോഗാണുക്കൾ ഇവിടെ പെരുകിയിരിക്കുന്നു. വായു മലിനപ്പെട്ടതാണ്, നാം കുടിക്കുന്ന ജലം മലിനപ്പെട്ടതാണ്, നാം ഭക്ഷിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം മലിനപ്പെട്ടതാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അന്നു മുതൽ ദൈവപുത്രന്റെ വെളിപ്പാടിനായി സർവ്വ സൃഷ്ടിയും ഇന്നേ വരെ ഒരുപോലെ ഞരങ്ങിക്കൊണ്ട് ഈറ്റിനോവിനോടിരിക്കുന്നു എന്നാണ് റോമാലേഖനം 8:12 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാത്താൻ ബന്ധിക്കപ്പെടുമ്പോൾ മാറ്റം വരും. മൃഗങ്ങളും അഥവാ സസ്യ ഭുക്കുകളായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ബാലൻ സിംഹത്തെ നടത്തും, ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കും, പുള്ളിപ്പുലി കോലാടുമായി കിടക്കും, പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും, പശു കരടിയോടുകൂടെ മേയും എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് അക്കാലത്ത് നടക്കുന്ന സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇന്നിതെല്ലാം അഥവാ വിഷം നിറഞ്ഞ് പരസ്പരം കൊലയും ഒള്ളിവെപ്പുമായിട്ട് നടക്കുന്ന അനുഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മൃഗങ്ങൾ പോലും കാട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ വിഹരിച്ച് അനേകരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ്. എന്നാൽ ഈ മൃഗങ്ങളുടെ എല്ലാം അവസ്ഥയ്ക്ക് മാറ്റം വരും 1000 ആണ്ട് വാഴ്ചയിൽ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ സസ്യ ലോകത്തിന്റെ അവസ്ഥയ്ക്കും വലിയ മാറ്റം സംഭവിക്കും. അഥവാ മരുഭൂമി നീർ പൊയ്കയായി മാറും. തക്ക സമയത്തുള്ള മഴ, വൃക്ഷഫലവും നിലത്തെ വിളയും അത് വളരെയധികമായിട്ട് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് യെശയ്യാ പ്രവചനം 41:18-19, എഹെസ്കേൽ പ്രവചനം 34 അധ്യായത്തില് അഥവാ അതിന്റെ 26, 27 യെശയ്യാ പ്രവചനം 35:6-7 വരെ, 35:1-2 ഒക്കെ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അഥവാ ഉഴുന്നവർ കൊയ്യുന്നവരെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവർ വിതയ്ക്കുന്നവരെയും തുടർന്ന് എത്തത്തക്ക ഫലസമൃദ്ധി ഉണ്ടാകുമെന്ന് ആവർത്തന പുസ്തകത്തില് അതിന്റെ 9:13-15 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ആരോഗ്യ നിലയിൽ വലിയ മാറ്റമാണ് അക്കാലത്ത് സംഭവിക്കുന്നത്. മനുഷ്യന്റെ പാപത്താൽ രോഗവും അതേപോലെ ദുരിതവും ലോകത്തിൽ കടന്നു. എന്നാൽ കർത്താവ് രോഗോപശാന്തിയോടുകൂടി ഉദിക്കുന്നതിനാൽ അന്ന് രോഗത്തിന് ഇടയില്ല എന്ന് യെശയ്യാ പ്രവചനം 33:24 വ്യക്തമാക്കുന്നു. മുടന്തൻ, കുരുടൻ, ചെകിടൻ അങ്ങനെയുള്ളവരാരും അന്ന് ഉണ്ടാകയില്ല. അതൊക്കെ നമുക്ക് യെശയ്യാ പ്രവചനം 35:5-6, മലാക്കി 4:2 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ അകാല മരണം അന്നുണ്ടാകയില്ല. ഇന്ന് നമുക്കറിയാം, ആക്സിഡന്റുകള്, അകാല മരണങ്ങള്, കൊലപാതകങ്ങള് ഇതെല്ലാം ഈ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആ കാലത്ത് ഉണ്ടായിരിക്കത്തില്ല. ജാതികളുടെ പോലും ആയുസ് വൃക്ഷങ്ങളുടെ പോലെ ആയിരിക്കുമെന്നാണ് യെശയ്യാ പ്രവചനം 65:20-23 വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ സൂര്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇന്ന് കാണുന്ന സൂര്യന്റെ ശോഭ 7 മടങ്ങ് ശോഭ വർദ്ധിക്കും. ഇന്ന് നമുക്കറിയാം സൂര്യൻ ചൂട് കൂടുതലാണ്. എന്നാൽ 7 മടങ്ങ് വർദ്ധിക്കുമ്പോൾ ഒരിക്കലും സൂര്യന്റെ ചൂട് കൂടുകയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു,
നമ്മൾ ചിന്തിച്ചു ദൈവവചനത്തില് ഇപ്പോൾ ആ ഓസോണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശോഷണം. എന്നാൽ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നിട്ട് സൂര്യന്റെ അവസ്ഥ 7 മടങ്ങ് ശോഭ വർദ്ധിക്കും, എന്നാൽ ചൂട് വർദ്ധിക്കത്തില്ല. വളരെ മനോഹരമായ നിലയില് സൂര്യന്റെ ശോഭ നിമിത്തം പ്രകൃതിക്ക് മനുഷ്യന് ഒക്കെ വലിയ പരിവർത്തനങ്ങളാണ് അന്ന് സംഭവിക്കുവാനായിട്ട് പോകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ, നാമും കർത്താവുമായിട്ട് 1000 ആണ്ട് വാഴും എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ പ്രവചനങ്ങൾ ഇത്രത്തോളം എല്ലാം ആക്യുറേറ്റ് ആയിട്ട് നിറവേറിയെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ നാമും കർത്താവുമായിട്ട് അതേ വാഴുക തന്നെ ചെയ്യും. അവന്റെ മണവാട്ടി അഥവാ മണവാളനോടുകൂടി വാഴുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് വെമ്പൽ കൊള്ളാം, ഒരുങ്ങാം, കാത്തിരിക്കാം. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം